ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ നിൽക്കുവാനെന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അറിവ് വർദ്ധിക്കുന്നു. വിജ്ഞാന വിസ്ഫോടനം എന്നാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എന്നാൽ ഇത് സംഭവിക്കുന്ന വഴി ഒരുപാട് നമ്മുടെ മുൻകാലങ്ങളിൽ സംഭവിച്ചതിനേക്കാളും കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുന്നു. അതിന് നമ്മൾ ബഹുദൂരമൊന്നും പോകണ്ട. നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ ഇപ്പോൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണ്ട, മൊബൈലിൽ തന്നെ നമുക്ക് ഏത് വസ്തുവിനെക്കുറിച്ചോ ഏത് വ്യക്തിയെക്കുറിച്ചോ എന്തിനെക്കുറിച്ച് തന്നെ ആയാലുമുള്ള വിവരങ്ങൾ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഇത് സംഭവിച്ചത് 2-ാം ലോക മഹായുദ്ധത്തിന്റെ ശേഷമാണ്. അതോടൊപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ തിയോസെൻട്രിക് വേൾഡ്, ദൈവ കേന്ദ്രീകൃതമായ ലോകത്തിൽ നിന്നും ഒരു ആന്ത്രോപോസെൻട്രിസം, മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങി. അതിന്റെ ഭാഗമായി മനുഷ്യൻ അറിവ് വർദ്ധിച്ചതോടുകൂടെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ആരംഭിക്കുവാൻ തുടങ്ങി. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് വിവരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏതൊരു മാധ്യമത്തിൽ കൂടെയാണെങ്കിലും നമ്മൾക്ക് ലഭിക്കുന്നത് വിവരമാണ്. ആ വിവരം നാം അതിൽ നിന്ന് അതിന്റെ നല്ല വശങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് അറിവായി മാറുന്നു. അത് നാം നമ്മുടെയും മറ്റുള്ളവരുടെയും ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വിവേകവും പരിജ്ഞാനവുമായി മാറുന്നു. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിലും രാഷ്ട്രീയ സ്റ്റൈലായാലും സിനിമയുടെ സ്റ്റൈലായാലും നമ്മളിപ്പോൾ പത്രത്തിൽ വായിക്കുമ്പോഴൊക്കെ അറിയാം, അറിവുണ്ട്, നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നവരാണ്. എന്നാൽ അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലാത്ത രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ലോക ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു കണ്ണിലൂടെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സ്പിരിച്വൽ സ്പിയേഴ്സിലും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു മനുഷ്യൻ. എന്നാൽ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നമ്മുടെ അറിവ് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതിനിടയാകും. നൊയമ്പ് എന്തിനു നോക്കുന്നു? അതൊരു വളരെ ശക്തമായ ചോദ്യമാണ്. ഇന്നത്തെ എന്റെ ചിന്തയും അതാണ്. നൊയമ്പ് എന്തിനു നോക്കുന്നു? അത് 2 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. സഭ എന്ന് പറയുന്നു, വേദപുസ്തകം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ഒരു സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് നിന്റെ തിരുമുൻപിൽ വരുവാൻ തന്നെ ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് എത്രയോ ശക്തന്മാരും ബലവാന്മാരുമായവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളെ നിന്റെ ചിറകിൻ കീഴിൽ നീ താങ്ങുകരമായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നീ ഞങ്ങൾ കൂടെ സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, മാനവും മഹത്വവും അവിടെ ലഭിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ സഭ, ക്രിസ്തീയ സഭ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2 സഭകളും ഇതിനെ നൊയമ്പിനെ ഒരു പ്രത്യേക ആംഗിളിൽ കൂടെ വീക്ഷിക്കുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, 2 സഭകളും നൊയമ്പിനെ കാണുന്നത് യേശുക്രിസ്തുവിന്റെ കഷ്ടം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അതിനെ ഓർക്കുന്നു, അതിനെ സ്മരിക്കുന്നു. അതിനോട് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ പാദത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ ഉപയോഗിക്കുന്ന ഒരു മുഖാന്തരമായിട്ട് നൊയമ്പിനെ കാണുന്നു. മർത്തോമ സഭയ്ക്കും നൊയമ്പുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോരാണ്ട് മർത്തോമ സഭയ്ക്ക് നൊയമ്പില്ലായിരുന്നു. എന്നാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. മർത്തോമ സഭയ്ക്ക് നൊയമ്പുണ്ട്. നമ്മുടെ ഭദ്രാസന അധീപനായ ഐസക് മാർ ഫിലിപ്സിന് ഇപ്രകാരം പറയുകയുണ്ടായി: ക്രിസ്തീയ ജീവിതത്തിന് ആത്മീയ ശക്തി പകരുന്ന ഒരു ശിക്ഷണമാണ് വലിയ നൊയമ്പ്. അത് അനുഗ്രഹത്തിൽ ചെന്ന് അവസാനിക്കുന്നു. വലിയ നൊയമ്പ് തിരിഞ്ഞുനോട്ടത്തിന്റെയും അനുതാപത്തിന്റെയും പുനഃപ്രതിഷ്ഠയുടെയും അവസരമാണ്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, സഭ എന്താണ് നൊയമ്പിനെ കുറിച്ച് പറയുന്നത്, സഭയുടെ വീക്ഷണം എന്താണ്. എന്നാൽ ബൈബിളിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയുമെന്ന് നോക്കാം. ആദ്യമേ നൊയമ്പ് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് കാണപ്പെടുന്നത്.
ബൈബിളിൽ നോയമ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അധികമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പറഞ്ഞിടത്തോളൊക്കെയും വളരെ ശക്തമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. മത്തായി 21:17 വാക്യം. അതിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഏത് ജാതിയാണ്, എന്തിനെ പറ്റിയാണ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലുള്ള പ്രബോധനത്തിലായാലും പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലായാലും നാം ഒരു കാര്യം കാണുന്നുണ്ട്. അവിടെയൊക്കെയും കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്: ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പിശാച്. നിനക്ക് ദൈവത്തെ ആരാധിക്കാം, അല്ലെങ്കിൽ നിനക്ക് പിശാചിനോടൊപ്പം ആകാം. നിനക്ക് രണ്ട് വള്ളത്തിൽ കാല് വെക്കാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് വെക്കാൻ കഴിയത്തുള്ളൂ. നിനക്ക് ദൈവത്തെ ആരാധിക്കാം, അല്ലെങ്കിൽ മാമോനെ ആരാധിക്കാം. ഇവിടെ ഈ വായിച്ച ഭാഗത്ത് നാം കാണുന്നത് ഒരു പിതാവ് തന്റെ മകനെ കൊണ്ട് വരികയാണ്. അവൻ ഭൂതബാധയുണ്ട് ആ മകൻ. എന്നാൽ ശിഷ്യന്മാരെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിയുന്നില്ല. എന്നാൽ യേശു അവിടെ വരുന്നു. യേശു പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം പുറത്തു പോകുന്നു. അതിനുശേഷം ശിഷ്യന്മാർ ഒന്ന് ചോദിക്കുന്നു: എന്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം പോയില്ല, ഭൂതം പുറത്തായില്ല? അപ്പോഴാണ് യേശു പറയുന്നത്: എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഉപവാസം സാത്താനിൽ നിന്ന് വിട്ടുമാറുക, അല്ലെങ്കിൽ സാത്താൻ നമ്മളിൽ നിന്ന് വിട്ടുമാറുവാനായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് ഉപവാസം എന്ന് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത് യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഇതാണ് ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്. പിശാച് വിട്ടുപോകുമ്പോൾ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് ദൂതന്മാർ അവന്റെ അടുത്തെത്തി. യേശുക്രിസ്തു തന്നെ പരീക്ഷിക്കുമ്പോൾ പരീക്ഷയിൽ നിന്ന് വിജയിക്കാൻ സാധിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശക്തി എന്തായിരുന്നെന്ന് ചോദിച്ചാൽ 40 ദിവസം ആ മരുഭൂമിയിൽ ഉപവസിച്ചു എന്നുള്ളതാണ്. അതാണ് നാം ഓർക്കേണ്ടത്. തന്റെ ഉപവാസത്താൽ സാത്താന്റെ പരീക്ഷകളെ വിജയിക്കുവാൻ യേശുക്രിസ്തുവിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കണം ലക്ഷ്യം. ഉപവാസത്താൽ സാത്താന്റെ പരീക്ഷയിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ നേടാൻ സാധിക്കണം. സക്കറിയ പ്രവാചകന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ എങ്കിലേക്ക് തിരിയുമെങ്കിൽ ഞാനും നിങ്കലേക്ക് തിരിയും. ദൈവം പറയുകയാണ്, നീ എങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ ഞാനും നിങ്കലേക്ക് തിരിയും. നോയമ്പിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ദൈവത്തോട് അടുക്കുവാനുള്ള മുഖാന്തരമാണ് എന്നാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നുകിൽ സാത്താൻ അല്ലെങ്കിൽ ദൈവം. അങ്ങനെയാണെങ്കിൽ സാത്താൻ മാറിയപ്പോൾ ഉടൻ തന്നെ ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തി. നാം ദൈവത്തിലേക്ക് തിരിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഒരു രാജാവിനെ പറ്റി വായിക്കുന്നു. ആ രാജാവിന്റെ പേര് അഭിമലേഖ് എന്നാണ്. ആ രാജാവ് ഒരിക്കൽ രാത്രിയിൽ ഒരു ദർശനമുണ്ടായി. 20-ാം അധ്യായത്തിൽ നാം ആ രാജാവിനെ കുറിച്ച് വായിക്കുന്നു. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ദൈവം അഭിമലേഖ് രാജാവിനോട് അരുളി ചെയ്യുകയാണ്: അഭിമലേഖ് രാജാവേ, ഞാനാണ് നിന്നെ പാപം ചെയ്യാതെ വണ്ണം നിന്നെ തടഞ്ഞു നിർത്തിയത്. ദൈവത്തിനെതിരെ പാപം ചെയ്യാതെ തടഞ്ഞു നിർത്തിയത് ദൈവമാകുന്നു. അപ്പോൾ ആദ്യം നാം കണ്ടു, സാത്താൻ മാറിപ്പോകുന്നു, ദൈവദൂതന്മാർ വരുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ നമ്മെ പാപത്തിൽ നിന്ന് ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റിത്തരും. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ പലതും നാം അറിയാതെ തന്നെ നടക്കുകയാണ്. നാം ദൈവത്തിനായിട്ട് സമർപ്പിക്കേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ മാറ്റം സ്വയമേ നടന്നുകൊണ്ടിരിക്കും.